പറ വിശേഷങ്ങളെല്ലാം കുറേ ആയില്ല ഇങ്ങനെ ഇരുന്ന് പറയാണ്ട് ഇവയെ പറഞ്ഞാട്ടെ എന്തെല്ലാം ഉണ്ട് വിശേഷം. എനിക്ക് കുറച്ച് വിശേഷമുണ്ട് കേട്ടോ. അന്ന് നമ്മൾ എറണാകുളം പോയിട്ടേ, നമ്മളല്ല ഞാനും അബി കൂടി എറണാകുളം പോയിട്ട് അന്നേരം 2 പുസ്തകങ്ങൾ മേടിച്ചു കേട്ടോ. എനിക്ക് ഈ ബുക്ക് വായന ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. പിന്നെ ഒന്ന് എന്താ കല്യാണിന്നും ദാക്ഷാണിന്നും വരെ 2 സ്ത്രീകളുടെ കഥ, രാജശ്രീയുടെ. ഇത് ഞാൻ വായിച്ചു തീർത്തേ. ഇത് തപോമയുടെ അച്ഛൻ, ഈ സന്തോഷ് കുമാറിൻ്റെ. ഇത് വായിച്ചില്ല ഇതിൻ്റെ കഥയിൽ എനിക്കറിയാം, ഇത് ലേശ കട്ടിയാണ്. എന്നാലിത് റേഡിയത്തിലിൻ്റെ നിരൂപണയിലുണ്ടായിരുന്നു ഇതെല്ലാം. അതുകൊണ്ട് ഇത് 2 നല്ല അടിപൊളി പുസ്തകമാണ് കേട്ടോ. പുസ്തകത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട്. പിന്നെയുണ്ടല്ലോ എല്ലാവരും പോലെ ചെറുപ്പത്തിൽ ഞാൻ പിന്നെ ബാലമംഗളവും പിന്നെ പൂമ്പാറ്റിയും ബാലരമയിലും വായിച്ചിട്ട് എന്നെ വലുതായിനി കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് അങ്ങ് മാറിപ്പോയിട്ട് പ്രസിദ്ധീകരണങ്ങളോടായി കേട്ടോ. പിന്നെ എനിക്ക് പ്രാന്താണ് മംഗളം മനോരമ പറഞ്ഞത് വായിച്ചിട്ടാണോന്ന് പറയാൻ കയ്യിൽ 7ാം ക്ലാസ്സിലങ്ങ് ഭംഗിയായിട്ട് തോറ്റു. അന്നേരം തോക്കലൊന്നൊരു പുതുമയൊന്നുമല്ല കേട്ടോ. 5-10 പ്രാവശ്യം തോറ്റവരെല്ലാം ക്ലാസ്സിൽ ഉളുപ്പില്ലാണ്ടിരിക്കലുണ്ട്. ഇന്നത്തെ പോലെ തൂങ്ങിച്ചാവലൊന്നും പോക്കില്ല കേട്ടോ. പക്ഷെ എനിക്കുണ്ടല്ലോ ചെറിയ പിള്ളേരെല്ലാം എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് അന്നേരം എന്നിട്ടാണോന്ന് അറിയില്ല, തലയിലൊരു ചെറിയ വെളിവ് വന്നേ. പിന്നെ ഞാൻ +2 വരെ തോറ്റിട്ടാ, PDC വരെ തോറ്റിട്ടാ. പക്ഷെ PDCക്ക് തോറ്റു. 120 മാർക്ക് ഇംഗ്ലീഷിൽ മേടിക്കണം. ആരെ കൊണ്ട് പോയിട്ടു അതിൻ്റെ കാലൊരു ഭാഗം എനിക്ക് കിട്ടിയിട്ട അവിടെ നിർത്തി. പക്ഷെ ആ PDCക്കാരുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാലമാണ് കേട്ടോ. അന്നേരം ഞാൻ കവിത എഴുതിയിട്ടും കഥ എഴുതിയിട്ടെല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കും. ആരോട് പറയേണ്ട സത്യമാണ്. അന്നേരം ഒരു എക്കണോമിക്സിലൊരു ബാലകൃഷ്ണ മാസ്റ്റർ കേട്ടോ. നല്ല പ്രോത്സാഹനമാണ്. ഇങ്ങനെയില്ല അവർക്ക് എവിടുന്നാ ഇത് വന്നിന് നല്ല മംഗള മനോരമയും വായിച്ചിട്ടാണോ ഇതിങ്ങനെ വന്നിന് അല്ല, ഞാൻ തന്നെ അറിയാണ്ട് എൻ്റെ മനസ്സിൽ കയറി അതാണ് ഈ എഴുത്തെ. അതാണ് ഒരു വീക്ക്നെസ് പോലെ. അതെൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തിലവർക്കെല്ലാം അറിയാം. ശാരദക്കറിയാം, ശാരദൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ PDC തോറ്റു. പിന്നെ എന്നാ ചെയ്യേണ്ടി വെച്ച് ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാനും ശാരദയും കൂടിയിട്ട് കൈതപ്പുറം ഒരു വലിയ പിന്നെ ഗ്രന്ഥാലയം ഉണ്ട്, ജ്ഞാനഭാരതി ഗ്രന്ഥാലയം. അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്ത് പിന്നെ വായനയാണ്. ഇത്ര തടിച്ച പുസ്തകങ്ങൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് വായിച്ചു തരും. വായിച്ചു തീരൽ മാത്രമല്ല അതിൽ ചില കഥാപാത്രങ്ങൾ നമ്മൾ അനുകരിക്കുകയും ചെയ്യും. മറ്റേ എമ്മുകുന്നിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളില്ലേ, അതെല്ലാം ഞാനും ശാരദയും കൂടി ഓളം വീട്ടിൽ നിന്ന് അങ്ങോട്ടും പറഞ്ഞാൽ ചില സംഭാഷണങ്ങളെല്ലാം അനുകരിക്കട്ടെ. അങ്ങനെ നമുക്കൊരു വീക്ക്നെസ് ആയിരുന്നു. പിന്നെ നമ്മൾ 2 കല്യാണം കഴിഞ്ഞതിനോടെ പിന്നെ എൻ്റെ കഥയും കവിതയിലെ തീർന്നു. പിന്നെ അത് അവിടെ തീർന്ന്. പിന്നെ അന്നേരം വനിത കൊടുത്തിട്ടോ പപ്പാടൻ. അതന്നെ വലിയ ലക്ഷറി അന്നേരത്തെ സിനിമയുടെ മറിച്ച് ഇത്രയില്ലേ. പിന്നെ ആദ്യം എൻ്റെ മോനെല്ലാം പിന്നെ പഠിക്കാനെല്ലാം ഓരോ സ്ഥലത്ത് പോകാൻ തുടങ്ങി. പിന്നെ ഓൺ ട്രെയിനിൽ നല്ലൊരു ബുക്ക് വായിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ പുസ്തകം ഇപ്പം കിട്ടി തുടങ്ങി. ഞാൻ ആദ്യം ആ പണ്ടത്തെ വായനയിലേക്ക് പോയി തുടങ്ങി കേട്ടോ. ശരിക്കും പുസ്തക വായന ഒരു ലഹരിയാണ്. ഒന്നുമില്ലെങ്കിൽ ഇതിനെക്കൊണ്ട് വലിയ പിന്നെ മോശമൊന്നുമില്ലല്ലോ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കണം കേട്ടോ. അടിപൊളിയാണ് ഇത് 2. പുതിയ കുറേ ഉണ്ട് കേട്ടോ. കുറേ നോവലെല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഗീതേച്ചി ഇന്നത്തെ വിശേഷം ഇതെല്ലാം കേട്ടോ. PDC തോറ്റായിരുന്നു ആരോടും പറയണ്ട കേട്ടോ. സ്വകാര്യമായിട്ട് വെച്ച ബൈ.